Hello friends, welcome back to my channel Aray's World. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് സ്നാക്ക് ആണ്. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ എഗ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് എഗ്ഗ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിവിടെ എഗ്സ് എല്ലാം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ എഗ്സ് എല്ലാം പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എഗ്സ് എല്ലാം പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ എഗ്സ് എല്ലാം ഈ ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അതിനുവേണ്ടി ഞാനൊരു പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തട്ട് അതിലോട്ട് വെച്ച് ഒരു 5 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലും വെച്ച് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ എഗ്സ് എല്ലാം വെന്തോന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഗ്സ് എല്ലാം ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എഗ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മസാലകളൊക്കെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എഗ്സിൻ്റെ 2 വശവും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നൊരു കാര്യം, ഈ എഗ്സ് നമ്മൾ ചൂടോടെ തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പാടില്ല. കുറച്ച് നേരം അതിനൊന്ന് തണുക്കാൻ വിടണം. അതിനുശേഷം ഞാനിവിടെ ഇത് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ മസാലകളൊക്കെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡും മസാലകൾ പിടിക്കുന്നത് പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് എഗ്സിനെ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിലെല്ലാം നല്ലപോലെ മസാല പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എഗ് സ്നാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് അണിയൻ കട്ട് ചെയ്തത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇത് ഇഡ്ഡലിയാണോ എഗ്ഗാണോ എന്ന് ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. സോ അങ്ങനത്തുള്ളൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും കൂടിയാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം കൂടിയായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.